കണ്ണേകറിലെ VS, പിച്ചിപ്പൂവേ റോസാപ്പൂവേ VS എന്നുള്ള മുദ്രാവാക്യം. കണ്ണേകറിലെ VS എന്ന് ആർക്കും അറിഞ്ഞൂടെ ആര് വിളിച്ചതെന്ന് ഇതുവരെ. അതുകൊണ്ട് ഞാൻ പത്രം കൂടി കൊണ്ടുവന്ന് 12-ാം തീയതി രാത്രിയാണ് വിളിച്ചത്. പിറ്റേ രാവിലത്തെ പത്രത്തിൽ വന്നു കണ്ണേകറിലെ എന്നുള്ള മുദ്രാവാക്യം കേരളം VSന് വേണ്ടി ഏറ്റെടുത്തു. VS എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു ആവേശമാണ്, അത് പറഞ്ഞറിയിക്കാൻ പറ്റൂല VSനെ കുറിച്ച്. VS ഒരു വികാരമാണ്. VS കേരളത്തിൻ്റെ മലയാളികളുടെ വികാരമായി മാറി, അതിൽ യാതൊരു സംശയമില്ല. എനിക്കിപ്പം ഇപ്പോൾ ബാലരാംപുരത്തു നിന്നുള്ള ഒരു കിഷോർ പാർട്ടി പ്രവർത്തകനാണ്. അദ്ദേഹം ഒരു കെട്ട് പത്രങ്ങളുമായിട്ടാണ് VSനെ ഇവിടെ കാണാനായി അതിരാവിലെ എത്തിയിരിക്കുന്നത്. കണ്ണേ കരളെ VS എന്ന മുദ്രാവാക്യം ആദ്യമായി വിളിച്ചത് കിഷോറാണെന്നാണ് കിഷോർ പറയുന്നത്. പിന്നീട് ആ മുദ്രാവാക്യം കേരളത്തിൻ്റെ മുദ്രാവാക്യമായി മാറി, മലയാളികളുടെ മുദ്രാവാക്യമായി മാറി. VS കണ്ണേ കരളെ എന്നത് അക്ഷരാർത്ഥത്തിൽ ആ VSനെ അക്ഷരാർത്ഥത്തിൽ അങ്ങനെ വിളിക്കുന്ന എല്ലാവരും വിളിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറി. കിഷോറിന് പറയാനുള്ളത് നമുക്ക് കേൾക്കാം. എന്താണ് ഈ പത്രങ്ങളിലുള്ളത്? VSന് വേണ്ടി ആദ്യമായി മുദ്രാവാക്യം വിളിക്കുന്നത് 2009 ജൂലൈ 12-ലാണ്. എയർപോർട്ട് VS വന്നപ്പോഴാണ് ആദ്യമായി കണ്ണേ കരളെ VS കണ്ണേകറിലെ VS, പിച്ചിപ്പൂവേ റോസാപ്പൂവേ VS എന്നുള്ള മുദ്രാവാക്യം. നമ്മൾ പള്ളിച്ചൽ മുക്കുമാട് ബ്രാഞ്ചിലുള്ള സാക്കളാണ്, പാർട്ടിയിലുണ്ട്, ബ്രാഞ്ച് മെമ്പറാണ്. അരുൺ, ഇത് അന്ന് 2009 ജൂലൈ 13 തിങ്കളാഴ്ച പത്രങ്ങളിൽ വന്നൊരു വാർത്തയാണ്. ആവേശം അണപൊട്ടിയ മുദ്രാവാക്യങ്ങൾ കേട്ടിട്ടും VS മൗനത്തിലായിരുന്നു. കണ്ണേ കരളെ VS, റോസാപ്പൂവേ പിച്ചിപ്പൂവേ VS അനുകൂലികളുടെ മുദ്രാവാക്യ വിളികൾക്കിടയിലൂടെ മൗനത്തിലൊളിപ്പിച്ച ഗൗരവമായി മുഖ്യമന്ത്രി വിമാനത്താവളത്തിൽ നിന്നിറങ്ങി ആരോടും മിണ്ടാതെ കാറിൽ കയറിപ്പോയി. അന്ന് നമുക്കറിയാം വലിയ സംഘടനാപരമായ വിഷയങ്ങൾ നിലനിന്നിരുന്നൊരു കാലമായിരുന്നു. വിഭാഗീയത വലിയ സംഘടനാ പ്രശ്നമായി തുടർന്ന ഒരു കാലമായിരുന്നു. ആ കാലത്താണ് കണ്ണേ കരളെ VS എന്നൊരു മുദ്രാവാക്യം ഇവിടെ തിരുവനന്തപുരത്ത് മുഴങ്ങിയത്. പിന്നീട് അത് പാലക്കാട്ട് മുഴങ്ങി. 2011 പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ VS വന്നിറങ്ങിയപ്പോൾ മുഴങ്ങി. അത് പിന്നീട് കേരളത്തിൻ്റെ ആകെ ശബ്ദമായി മാറി. അങ്ങനെ പാർട്ടിയിൽ വലിയ പ്രതിസന്ധികൾ ഉള്ളപ്പോഴും അതെല്ലാം മറികടന്ന് VS അതിന് മുകളിലേക്ക് വളർന്നു വന്നു. ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ VS ഒരു അടയാളമായി, ഒരു ശബ്ദമായി, ഒരു പോരാട്ടമായി VS തുടരുകയും ചെയ്തു. അങ്ങനെ ഇന്ന് നമ്മൾ കണ്ണേ കരളെ എന്ന് VSനെ അടയാളപ്പെടുത്തുന്നത്, VSനെ വിളിക്കുന്നത് ആ അർത്ഥത്തിൽ VS ഒരു ജനനായകനായി മാറിയത് കൊണ്ട് തന്നെയാണ്. ഏതായാലും അതിന് തുടക്കം ഇട്ട ആ ഒരു മുദ്രാവാക്യത്തിന് തുടക്കം ഇട്ട ആളാണ് കിഷോർ എന്ന് പറയുന്നു. അന്നത്തെ ഒരുപാട് കട്ടിങ്ങുകൾ, പത്രങ്ങളിൽ വന്ന വാർത്തകൾ പല പത്രങ്ങളുടേതുണ്ട്. ഒരു കെട്ട് പത്രങ്ങളുമായാണ് ഇപ്പോൾ കിഷോർ ഈ ഒരു VSനെ അവസാനമായിരുന്നു ഒക്കെ കാണാൻ. 2009 ജൂലൈ 13 അന്ന് 2009 ജൂലൈ 13 തിങ്കളാഴ്ചയാണ് ആ മുദ്രാവാക്യം കിഷോർ മുഴക്കിയതല്ലേ? അല്ല, ഇത് പിറ്റന്നത്തെ പത്രമാണ്. രാത്രി 12 മണിക്കാണ് ജൂലൈ 12-ാം തീയതി രാത്രിയാണ് വിളിച്ചത്. പിറ്റേ രാവിലത്തെ പത്രത്തിൽ വന്നു ആ മുദ്രാവാക്യം. അത് പിന്നെ കേരളം ഏറ്റെടുത്ത്. കേരളം കണ്ണേ കരളെ എന്നുള്ള മുദ്രാവാക്യം കേരളം VSന് വേണ്ടി ഏറ്റെടുത്ത്. എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കാൻ തീരുമാനിച്ചത്? VS എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു ആവേശമാണ്, അത് പറഞ്ഞറിയിക്കാൻ പറ്റൂല VSനെ കുറിച്ച്. അത്രയ്ക്കൊരു ആവേശമാണ്. അതുപോലെ ഒരു നേതാവിന് നമ്മളെ സംബന്ധിച്ചോളം ഇല്ല എന്ന് പറയാം. ഈ കട്ടിങ്ങുകളൊക്കെ ആയിട്ട് ഇന്നിവിടെ വരാൻ തീരുമാനിച്ചതിൻ്റെ കാരണം? അല്ല, വന്നത് VSന് അവസാനമായിട്ടൊന്ന് കാണണം. പിന്നെ ഇതുവരെ ഇത് ആര് വിളിച്ചെന്ന് ഇതുവരെ ആർക്കും അറിഞ്ഞൂടായിരുന്നു. അതുകൊണ്ട് ഇത് കണ്ണേ കരളെ VS എന്ന് ആർക്കും അറിഞ്ഞൂടാ ആര് വിളിച്ചെന്ന് ഇതുവരെ. അതുകൊണ്ട് ഞാൻ പത്രം കൂടി കൊണ്ടുവന്ന്